ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണാം. അപ്പോൾ ഓൾറെഡി ഞാൻ ദോശക്കുള്ള മാവ് അരച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. അപ്പോൾ ദോശക്ക് ഒരു പൊട്ടറ്റോ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഏർലി മോർണിംഗ് ഒന്നും എഴുന്നേൽക്കാറില്ല. ഒരു 7 o'clock 7:15 ആ ഒരു ടൈം ആകുമ്പോഴാണ് എഴുന്നേൽക്കുക. അയാളുടെ വണ്ടി ഒരു 8:30 ആ ഒരു റേഞ്ചിലാണ് വരാറ്. ഈ ബെൻഡബിൾ ചോപ്പിംഗ് ബോർഡ് ഞാൻ ഐക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതുപോലെ ഉള്ളിൻ്റെ തോടൊക്കെ കളയാനും അങ്ങനെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പീലൊക്കെ ചെയ്യില്ലേ, ക്യാരറ്റൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ സൈഡിൽ വെക്കും. പിന്നെ ഞാൻ ആ കുക്കർ ഓഫ് ചെയ്തിട്ട്, കുക്കറിന് വിസിൽ വന്നു, അത് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് അയാളുടെ യൂണിഫോം അയൺ ചെയ്യാൻ മേലെ വന്നു. ഞാൻ യൂണിഫോം എല്ലാം 3 സെറ്റ് ഉണ്ട്, അത് 3ഉം ഒരുമിച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. ഇതുപോലെ നമ്മൾ സോക്സും ടവലെല്ലാം ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സോക്സൊക്കെ പെട്ടെന്ന് മിസ്സാവാതെ തന്നെ കിട്ടും. അല്ലെ പേരാധികം നമുക്ക് മിസ്സായി പോവുമല്ലോ. ഈ ഒരു അയണിങ് ടേബിളിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിരുന്നു. ഷൂഡൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഈ ഒരു അയൺ ടേബിൾ നമുക്ക് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് തന്നെ ഫിക്സ് ചെയ്യാം. പിന്നെ ആഫ്റ്റർ യൂസ് അയൺ ബോക്സ് നമുക്ക് ഇതുപോലെ ഒരു ഹോൾഡിങ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ ഇങ്ങനെ വെക്കാനും പറ്റും. അപ്പോൾ 3 സെറ്റ് യൂണിഫോമും അയൺ ചെയ്ത് ഞാൻ അതൊക്കെ എടുത്തിട്ട് താഴേക്ക് പോവുകയാണ്. ഇന്നിപ്പം വലിയ മഴയൊന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റാണ്. രാവിലെ മഴയില്ല, സാധാരണ രാവിലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മഴയില്ല. അപ്പം ഞാൻ അയാളുടെ റൂമിലെ കർട്ടൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഞാൻ അയാൾ എഴുന്നേൽക്കുമെന്ന് പറയുമ്പം തന്നെ എഴുന്നേൽക്കാറുണ്ട്. അങ്ങനെ എഴുന്നേൽക്കാൻ മടിയില്ല, പക്ഷെ എഴുന്നേറ്റ് കഴിഞ്ഞ് അങ്ങനെ ചോദിക്കും, ഇന്ന് സ്കൂളിൽ ലീവില്ലേ, മഴയില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അവനെ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വന്നിട്ട് ആ പൊട്ടറ്റോ കറി വേഗം ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടുന്ന് ദോശ ചുട്ട് കറിയൊക്കെ സെറ്റാക്കി വരുമ്പോഴേക്കും അവന് ബ്രഷ് എടുത്ത് കൊടുത്താൽ അവൻ ബ്രഷ് ചെയ്യും. ചില ദിവസങ്ങളിൽ മടി കാണിക്കും, ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കണം, ടൈമുള്ള പോലെ ആയിരിക്കും. അപ്പം ഞാൻ ഇടയ്ക്ക് പോയി നോക്കും ബ്രഷ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അവൻ ബ്രഷ് ചെയ്തു, അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്തു. അപ്പം അവൻ പെട്ടെന്ന് ദോശ കഴിച്ചു. ഞാൻ ആ സമയം കൊണ്ട് സ്നാക്സൊക്കെ എടുത്ത് വെച്ചു. സ്നാക്സ് അങ്ങനെ കാര്യമായിട്ടൊന്നും കൊടുക്കാറില്ല. അവൻ കുറച്ച് ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും മതി എന്ന് പറയും. ചില ദിവസങ്ങളിൽ ബദാം ഡേറ്റ്സ് കൊടുക്കും. ഞാൻ പഴമൊക്കെ വാട്ടിയത് കൊടുക്കുകയാണെങ്കിൽ അന്ന് ഈവനിങ് വന്നാൽ ഭയങ്കര പ്രശ്നമാക്കും, എന്തിനാ പഴം തന്നേന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഇങ്ങനെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കും. അവന് വേഗം കഴിച്ചിട്ട് അപ്പോൾ അവൻ റെഡിയായി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? അയാൾ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാനും എനിക്ക് വേണ്ട ദോശ ഉണ്ടാക്കുകയാണ്. അപ്പം എനിക്കിങ്ങനെ മുരിഞ്ഞ ദോശ ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു ബ്രൗണിഷ് റെഡ് കളർ വരുന്നത്. അപ്പോൾ എനിക്കുള്ള ദോശ ചുട്ടതിന് ശേഷം ബാക്കിയുള്ള മാവ് ഞാൻ വീണ്ടും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. ഇതിങ്ങനെ ഒരു 2-3 ഡേയ്സ് തന്നെ സെയിം റിപ്പീറ്റ് ആയിരിക്കും. രാവിലെ ഞാൻ ചായ കുടിക്കാറില്ല. ഇപ്പം ഡയറ്റൊന്നുമല്ല, ഉണ്ടാക്കാനുള്ള മടി കൊണ്ടാണ്. വേഗം കഴിച്ചിട്ട് ജിമ്മിൽ പോകണം, അതുകൊണ്ട്. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു ടൈമില്ല. ഈവനിങ് കുടിക്കും, രാവിലെ കുടിക്കാറില്ല. അപ്പം ഞാൻ എൻ്റെ ദോശയും കറിയൊക്കെ എടുത്തിട്ട് വേഗം ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് വന്നിട്ട് പിന്നെ ഞാനൊരു 9:15 9:30 ആകുമ്പോഴേക്കും തന്നെ ജിമ്മിൽ പോവും. അപ്പോഴേ എനിക്ക് ഒരു 11 o'clock ആകുമ്പോഴേക്കും തിരിച്ച് വന്നിട്ട് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു ടൈം ഗ്യാപ്പ് കിട്ടും. അപ്പം ബാക്കി ഇന്ന് രാവിലത്തെ പാത്രമെല്ലാം കഴുകി കിച്ചൺ ക്ലീൻ ആക്കിയിട്ടേ പോവാറുള്ളൂ, അങ്ങനെ തന്നെ ഇട്ടിട്ട് പോവാറില്ല. അപ്പോൾ തിരിച്ച് വരുമ്പോഴുള്ളതിലും ഡബിൾ പണിയായിരിക്കുമല്ലോ. എന്തായാലും ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ ടയേർഡായിരിക്കും. അപ്പോൾ ഇങ്ങനെ കിച്ചണും കൂടെ കണ്ടാൽ ശരിയാവില്ല. അപ്പോൾ അതെന്തായാലും ക്ലീൻ ചെയ്തിട്ടേ പോവാറുള്ളൂ. അപ്പോൾ ഞാൻ റെഡിയായി ജിമ്മിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ക്ലോക്കിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും 9:20 ആയി. അപ്പോൾ എൻ്റെ ഇന്നത്തെ ജിമ്മിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ നേരെ ഫിഷ് വാങ്ങാൻ വന്നു. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 11 o'clock ഒക്കെ ആയി. ഞാൻ ഫിഷ് വാങ്ങുന്ന സ്ഥലത്തിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ പച്ചക്കറീൻ്റെ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് തന്നെയാണ് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാറ്. അപ്പോൾ ഫിഷ് അവിടെ ഓർഡർ കൊടുത്തിട്ട് അവർ ക്ലീൻ ചെയ്യുന്ന ടൈം കൊണ്ട് ഇപ്പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങിക്കും.
അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ വിചാരിച്ചു വണ്ടി ഒന്ന് കഴുകാമെന്ന്. എനിക്ക് തോന്നുന്നു കുറേ ദിവസമായി കഴുകിയിട്ട് മഴയോ ഇല്ലായത് കൊണ്ട് ഞാൻ വണ്ടി കഴുകുന്നത് വളരെ കുറവായി. ഞാൻ വണ്ടി എടുക്കുന്നതും കുറവാണ്. ഇങ്ങനെ ജിമ്മിൽ പോകുന്നു, സാധനം വാങ്ങാൻ പോകുന്നു, അങ്ങനെ അല്ലാണ്ട് നമ്മൾ ഫുൾ ടൈം ഒന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ചെമ്മീനാണ് വാങ്ങിച്ചത്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ അത് വേഗം ക്ലീൻ ചെയ്തു. കാരണം കുളിച്ച് കഴിഞ്ഞിട്ട് ചെമ്മീൻ എടുക്കുമ്പോഴേക്കും അത് ഓൾറെഡി അവർ ക്ലീൻ ചെയ്തതിന്, പക്ഷേ അവർ ആ ഉള്ളിലത്തെ അതിൻ്റെ ഒരു ആ ബ്ലാക്ക് സംഭവമില്ലേ അതെടുത്ത് തരില്ലല്ലോ. അപ്പോൾ അതെന്തായാലും ഞാൻ ആ വീട്ടിൽ വന്നിട്ട് അതെടുത്തിട്ട് പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു, മസാലയൊക്കെ പുരട്ടി വെച്ചു, അത് കുറച്ച് നേരം അവിടെ മാറ്റി വെച്ചു. ഞാൻ പോയി കുളിച്ച് വന്നതിന് ശേഷം വേഗം പൊരിക്കാനുള്ളതൊക്കെ പൊരിച്ചു. അപ്പോഴേ ഞാനിത് പൊരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എനിക്കിവിടെ സർപ്രൈസായിട്ട് കുറച്ച് വിസിറ്റേഴ്സ് വന്നു. വിസിറ്റേഴ്സ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, കുറച്ച് ആൾക്കാർ വന്നു. അതാരാന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്ര നാളും നമ്മുടെ വീടിൻ്റെ ഗാർഡൻ വർക്ക് പെൻഡിങ്ങിലായി. വർക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, സാധനങ്ങളെല്ലാം ജസ്റ്റ് ഡെലിവറി ചെയ്യാൻ വന്നതാണ്.